ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടുള്ള മിക്സഡ് ഡേ ഇൻ മൈ ലൈഫാണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ 10 ദിവസം പോകുന്നത് അറിയില്ല എന്നാണ് സത്യം. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും എല്ലാം നോൺ സ്റ്റോപ്പായിട്ട് മഴയാണ്. ഈ മഴ ഇപ്പോൾ പെയ്യേണ്ട വലിയ കാര്യം ഉണ്ടോയെന്ന് വെച്ചാൽ മഴയ്ക്കും അറിയില്ല, നമുക്കും പ്രത്യേകിച്ച് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ പരിചയപ്പെടാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആളുടെ പേര് ശ്രീപ്രിയ എന്നാണ്. അപ്പോൾ ആളുടെ വീട് കള്ളാറാണ്. അപ്പോൾ അക്കു ജനിച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അവൾക്കും അതിനിടയ്ക്ക് പനിയൊക്കെ വന്നപ്പോൾ പിന്നെ എക്സാമൊക്കെ ആയി. പിന്നെ ഇങ്ങോട്ട് വരാനേ സമയം കിട്ടിയില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ വെക്കേഷന് അക്കുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ അകമൊക്കെ തൂത്തുവാരായിരുന്നു. അമ്മമ്മയുടെ എക്സ്പ്രഷൻ കണ്ടാൽ വിചാരിക്കും എന്തോ കാര്യമായിട്ട് സംഭവിച്ച മട്ടാണെന്ന്. പക്ഷേ ഈ എക്സ്പ്രഷൻ ഉള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അമ്മമ്മ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കും. കാരണം അമ്മമ്മയ്ക്ക് അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഉണക്കമീൻ മുറിക്കാനുള്ള കഷ്ടപ്പാടിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മുറിയാത്തൊരു കത്തിയും മുറിയാത്തൊരു മീനും കൊണ്ടുള്ള സാഹസികത കാണിച്ചാൽ അതാ ഇങ്ങനെ ഇരിക്കും. നമ്മൾ പിന്നെ പണ്ടേ ഭയങ്കര കില്ലാടെ, കത്തി ശരിയില്ലെങ്കിൽ നമ്മളത് മുറിക്കും. അങ്ങനെ നമ്മളത് മുറിച്ചു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയാണ്. അപ്പോൾ അതിന് വേണ്ടി വെള്ളരിക്ക അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പയറും പാവയ്ക്കൊക്കെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു പയറായിരിക്കുന്നത്. പക്ഷേ ചതിച്ചു. ഇന്ന് പാവയ്ക്കായിരുന്നു. ശ്രീപ്രിയയുടെ അടുത്ത് നിന്ന് അമ്മ കട്ടൻ ചായ വേണോ കട്ടൻ കാപ്പി വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കാപ്പി മതിന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കാപ്പി ഉണ്ടാക്കിയാൽ ശരിയാവില്ല, എനിക്കതങ്ങോട്ട് ശരിയാവില്ല. അങ്ങനെ ശ്രീപ്രിയ ഫുൾ ധൈര്യത്തോടുകൂടി പറഞ്ഞു ഞാൻ ഉണ്ടാക്കും കാപ്പി, ഞാൻ കാപ്പിയിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ നേരെ അടുക്കളയിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും കാപ്പിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. ആക്ച്വലി ഞങ്ങളിവിടെ ആരും അധികം കാപ്പി ലവേഴ്സൊന്നുമില്ല. അച്ഛനും കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി എല്ലാവരും യൂഷ്വലി ഇവിടെ എപ്പോഴും കട്ടൻ ചായ ഉണ്ട് കുടിക്കാറ്. അങ്ങനെ കാപ്പിയും പിന്നെ എള്ളുണ്ടയും പഴവും ഈ ഒരു കേക്കും പിന്നെ സ്വീറ്റ് ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ കാപ്പിയൊക്കെ കഴിച്ചു. അന്നേരത്തേന് അക്കു ഉറങ്ങുമായിരുന്നു. പിന്നെ ടുട്ടുവിനെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ടുട്ടു അവളെ പ്രിയ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പ്രിയ എന്ന് ഫുള്ളായിട്ട് വരില്ല, പിയ എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആളെ കുറേ പ്രാവശ്യം കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്, സെയിം വൈബിങ് ആണ്. പിന്നെ നമ്മളെല്ലാവരും പണ്ടേ ഭയങ്കര വൈബ് ടീംസ് ആയതുകൊണ്ട് തന്നെ എന്നെപ്പോലെ തന്നെയാണ്. ഫുൾ മണ്ടത്തരങ്ങൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നത്. ഉള്ളി, പച്ചമുളക്, അതേപോലെ ഇഞ്ചി ഇതെല്ലാം വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് ചിക്കൻ കഴുകി ചിക്കൻ കറി വെക്കാനുള്ളതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അമ്മമ്മ അക്കുവിനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ അക്കുവിനെ കാണിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു പുതിയ കത്തി ഉണ്ടായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ കത്തി പൊട്ടിപ്പോയി. നല്ല മൂർച്ചയുള്ള നല്ല കത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റേ കത്തി ഉണ്ട്, പക്ഷെ അതുകൊണ്ട് മുറിക്കുമ്പോൾ ഇപ്പോൾ അത്ര കംഫർട്ടബിൾ ആവുന്നില്ല. അതുകൊണ്ട് അമ്മ സാഹസികമായി സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് ഈ കത്തീനെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ കത്തി അവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സക്സസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സക്സസ് ആയി എന്തായാലും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ കാത്തിരുന്ന നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇതേ വന്നിട്ടുണ്ട്. അമ്മയുടെ വീട് പുല്ലൂരാണ്. അപ്പോൾ അവിടുത്തെ നെയ്ബേഴ്സാണ് ഇവരെല്ലാം. ടുട്ടു മെയിനായിട്ട് വെയിറ്റ് ചെയ്ത ആളാണത്. ആളുടെ പേര് കുഞ്ഞാറ്റ എന്നാണ്, റിയൽ നെയിം ദക്ഷ എന്നാണ്. ആളിപ്പോൾ സദ്ഗുരുവിൽ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് സപ്പോർട്ടീവായിട്ട് എൻ്റെ ലെഫ്റ്റും റൈറ്റും നിൽക്കാൻ എൻ്റെ കുഞ്ഞു ലിറ്റിൽ ബ്രദേഴ്സ് ഉണ്ട്. അതിന് മുമ്പ്, അതായത് അക്കൗണ്ട് ടുട്ടൊക്കെ ജനിക്കുന്നതിന് മുന്നേ എനിക്ക് ചേട്ടനും ചേച്ചിയൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടക്കില്ലല്ലോ. ചേട്ടനും ചേച്ചിമാരൊക്കെ ഭയങ്കര കുറവാണെങ്കിലും എന്നെ ചേച്ചിയെന്ന് വിളിക്കാനും ചുറ്റും കുറേ അനിയനും അനിയത്തിമാരുണ്ടെന്ന്. അവിടെ കുറേ കുട്ടിപ്പട്ടാളംസ് ഉണ്ട് കേട്ടോ. എല്ലാം 5-6 വയസ്സ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തെല്ലാം പോവും, കളിച്ചും അവരുടെ കൂടെ സാറ്റ് കളിച്ചതും ടീച്ചറും കുട്ടിയും കളിച്ചതും ഒക്കെ ഇപ്പോൾ നല്ലൊരു അടിപൊളി മെമ്മറീസാണ് കേട്ടോ. അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് കുഞ്ഞാറ്റയും. കുഞ്ഞാറ്റ അക്കുവിൻ്റെയും ടുട്ടുവിൻ്റെയും ഒക്കെ പ്രായം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും അവളുടെ വീട്ടിൽ പോകുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായ ആളെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്നതുപോലെ തോന്നുന്നു. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരാളെ കാണുമ്പോൾ മേ ബി അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ അവർക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തു. പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും പിന്നെ വെള്ളയപ്പമൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കുന്ന വീഡിയോസൊന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഇത് അവർ അക്കൂനും ടുട്ടുവിനും ഒക്കെ കൊണ്ടുവന്ന ഡ്രസ്സാണ്. രണ്ടുപേർക്കും 2 ഡ്രസ്സ് വീതം ഉണ്ടായിരുന്നു. അക്കുവിൻ്റെ സെയിം ഡിസൈൻ വരുന്ന ഡ്രസ്സാണ്, കളറ് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പിങ്കും പിന്നെ ഒരു ക്രീം കളറായിരുന്നു. പിന്നെ ടുട്ടുവിനും ഉണ്ടായിരുന്നു. ടുട്ടുവിൻ്റെ ഉടുപ്പ് കുറച്ച് വലുതാണ്. പിന്നെ അമ്മ അതൊക്കെ നോക്കിയിട്ട് എടുത്തു വെച്ചു. പിന്നെ കുഞ്ഞാറ്റി അക്കും കൂടെ ഭയങ്കര കളിയായിരുന്നു. ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ പിടിച്ചത് ഷോർട്ട് വീഡിയോസാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ലവ് യു ഓൾ ആൻഡ് ബൈ.